ചില ചാനലുകളിൽ ഇപ്പോഴും കൃപാസനത്തെ ചെളി വാരി തേക്കുന്നതായി കാണുന്നു. VP ജോസഫച്ചനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇത്തരം വാർത്തകൾ കാണുമ്പോൾ മനസ്സിൽ വിഷമം തോന്നാറുണ്ട്. ചിലർക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. അതവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം കിട്ടുന്ന ഒന്നായിരിക്കാം. ഒരു രസം, ഒരു സുഖം എന്ന് പറയില്ലേ, അതുപോലെ. കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ചവർ അനേകരാണ്. അത് കൃപാസനത്തിൽ നടക്കുന്ന സാക്ഷ്യങ്ങളിലൂടെ അറിയാം. ആരോപണങ്ങൾ നടത്തുന്നവരോട് ഒരു ചോദ്യം: നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും അനുഗ്രഹമോ സൗഖ്യമോ കൊടുക്കാനാവുമോ? കൃപാസനത്തിൽ വരുന്നവരെയെല്ലാം മറ്റെല്ലാ പ്രതീക്ഷകളും കൈവിട്ടു വന്നവരാണ്. ഒരിടത്തും ആശ്വാസം ലഭിക്കാതെ ഓടിയെത്തുന്നവർ. അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അവർ പറയുന്നു അത് മറ്റു മക്കൾക്കും വിശ്വാസ ജീവിതം നയിക്കാൻ പ്രേരകമാകുന്നുണ്ട്. ഓരോ സാക്ഷ്യങ്ങളും ദൈവിക ഇടപെടലിനെ തുടർന്നാണ് സംഭവിക്കുന്നത്. ആരോപണം ഉന്നയിക്കുന്നവർക്ക് വെറുതെ നാവിട്ടലച്ചാൽ മതി. പക്ഷെ അതുകൊണ്ടൊന്നും കൃപാസനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ പോകുന്നില്ല. കാരണം കൃപാസനം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പലരും പലതരം ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. കൃപാസനം അച്ഛൻ്റെ മുഖത്ത് പ്രസാദമില്ല എന്നൊക്കെ. അച്ഛൻ ഒരു കിഡ്നി പേഷ്യൻ്റാണ്, എന്നിട്ടും അച്ഛൻ കൃപാസനത്തെ നയിക്കുന്നു. ദൈവത്തെ ചേർത്ത് പിടിക്കുന്നവർക്ക് ദൈവം സഹനം കൊടുക്കും. ആ സഹനമാണ് അച്ഛൻ്റെ രോഗം. എന്നിട്ടും അച്ഛൻ ആയിരങ്ങളെ അനുഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്തുന്നു. മറ്റു ചിലർ പറയുന്നത് അച്ഛനെ കാണാൻ പല കടമ്പകളും കടക്കേണ്ടി വരുന്നു, ടോക്കൺ വേണം, ഉടമ്പടി വേണം എന്നൊക്കെ. ഒന്നോർത്താൽ നമുക്ക് മനസ്സിലാകും, കൃപാസനത്തിൽ ദിവസവും വരുന്നത് ആയിരങ്ങളാണ്. ഇവരെയെല്ലാം അച്ഛനെ പേഴ്സണലായി കണ്ട് അനുഗ്രഹിക്കാൻ പറ്റിയെന്ന് വരില്ല. വളരെ അത്യാവശ്യമുള്ളവർക്കാണ് അച്ഛനെ കാണാനുള്ള അവസരം ലഭിക്കുന്നത്. എല്ലാവരെയും കാണാൻ അച്ഛന് സമയം കിട്ടുമോ? ഇല്ല. കൃപാസനത്തിലെ ശുശ്രൂഷകർ ദേഷ്യത്തോടെ സംസാരിക്കുന്നു എന്നതാണ് മറ്റൊരു കൂട്ടർക്ക് പറയാനുള്ളത്. ഇത്രയും വലിയ ജനാവലി വരുമ്പോൾ അവരെയെല്ലാം ശാന്തതയോടെ കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പറയുന്നതിൻ്റെ എതിരെ ചെയ്യൂ. അത്തരക്കാരെ അല്പം റഫായിട്ട് പെരുമാറിയെങ്കിൽ അത് അവരുടെ കുറ്റം കൊണ്ടാണ്. ഞാൻ പലതവണ കൃപാസനത്തിൽ വന്നിട്ടുള്ളതാണ്. എനിക്കറിയാം അവിടുത്തെ ശുശ്രൂഷകരെ. മാന്യത വിട്ടൊന്നും അവർ പെരുമാറാറില്ല. കൃപാസനത്തിൽ നടക്കുന്നത് മാതാവിൻ്റെ പേരിലുള്ള തട്ടിപ്പ് എന്ന വിധത്തിൽ ചിലർ ദുഷ്പ്രചാരണം നടത്തുന്നത് കാണാം. എല്ലാവർക്കും അനുഗ്രഹം കിട്ടുമോ? അനുഗ്രഹം കിട്ടണമെങ്കിൽ സ്വന്തം മനസ്സിലെ ദൈവിക തലത്തിലേക്ക് ഉയർത്തണം. അനുഗ്രഹം വെറുതെ കിട്ടുന്ന ദാനമല്ല, അതിന് ദൈവിക ഇടപെടൽ വേണം. ഉടമ്പടി അനുസരിക്കാനും വയ്യ, ദൈവാനുഗ്രഹം കിട്ടണമെന്ന് വാശി പിടിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കൃപാസനത്തിൽ എത്രയോ മക്കൾക്ക് അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നുണ്ടെന്ന് അവിടെ വന്നാൽ മനസ്സിലാകും. കൃപാസനത്തെ ദേഷിക്കുന്നവർ ഒരു തവണ കൃപാസനത്തിൽ വരിക, അവിടുത്തെ അനുഭവങ്ങൾ കണ്ടറിയുക. അല്ലാതെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ ആരോപണം നടത്തുകയല്ല വേണ്ടത്. ആരോപണം നടത്തുന്നവർക്ക് ഒരാൾക്കെങ്കിലും ആശ്വാസം കൊടുക്കാനാവുമോ? ഇല്ല. പിന്നെ എന്തിന് ചെളി വാരി എറിയണം? നിങ്ങളുടെ ദുഷ്പ്രചാരണങ്ങൾക്ക് ദൈവം മറുപടി നൽകും. കാത്തിരിക്കുക. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുതേ. ഇതൊരപേക്ഷയാണ്.